സോ ഹലോ ഗൈസ്, നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീഷോ യൂസ് ചെയ്ത് റീസെല്ലും ചെയ്യുന്ന ഫുൾ വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് കുറെ ഡൗട്ട് വന്നിട്ടുണ്ട്. റീഫണ്ട് വന്ന് എന്തൊരു ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. സോ ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉണ്ട്. എങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും, ഏതൊരു ഓർഡറുകളൊക്കെ ഉണ്ട്, പ്രീപെയ്ഡ്, അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി, അങ്ങനെയൊക്കെ വന്ന് എങ്ങനെ റീഫണ്ടുകളൊക്കെ ചെയ്യുമെന്നും കുറെ ഡൗട്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ പേയ്മെന്റ് ഒക്കെ എത്ര ദിവസം റിസീവ് ആവും, നമുക്ക് എങ്ങനെ പേയ്മെന്റ് കിട്ടും, നമുക്ക് എങ്ങനെയാണ് ബാക്ക് കൊണ്ട് ആളാക്കുന്നത്, അങ്ങനെ പല ഡൗട്ടും കാര്യങ്ങളും ഒരുപാട് ഫ്രണ്ട്സിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറ്റുന്നത്രയൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ബട്ട് എല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് റീഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. സോ റീഫണ്ട് തന്നെ വേണം ചാൻസ് ഇല്ല. കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമറിന് ഓർഡർ പിടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 70 to 80% നമുക്ക് റീഫണ്ട് ചാൻസ് ഇല്ല. സോ ഞാൻ ഇതുവരെ ചെയ്യുന്ന സംഭവത്തിൽ എനിക്ക് റീഫണ്ടുകളൊക്കെ വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമ്മളിപ്പോ ചെയ്യുന്നത് ഒരു 70% 80% ചാൻസ് നമുക്ക് റീഫണ്ട് വരുന്നില്ല. നമ്മൾ തന്നെയാണ് ഓർഡറുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ നല്ലൊരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, അതിനുശേഷം അഡ്വർടൈസ്മെന്റുകളൊക്കെ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നല്ലൊരു മാർജിനുകളൊക്കെ ആഡാക്കിയിട്ട് സെല്ലിങ്ങുകളൊക്കെ ചെയ്യാം. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് പേയ്മെന്റുകളൊക്കെ റിസീവ് ആവുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ടൈം പീരീഡ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതായത് ഞാൻ വീഡിയോ പറയുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ആദ്യം കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ മീഷോ റീസെല്ലിംഗ് എന്താണ്, അതുപോലെ മീഷോ അഫിലിയേറ്റിൽ എങ്ങനെ ജോയിൻ ചെയ്യാം, അതിലേക്ക് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഫ്രീ അല്ലെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റിയ സംഭവമാണ്. അതൊക്കെ ഇതിന്റെ മെത്തേഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് സെക്ഷനിൽ ഡൗട്ടുകളൊക്കെ ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ മെന്റർഷിപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ചാനൽ ബൈൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോട്ട് പോകാം. ഗൈസ്, വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. സോ നമുക്ക് ആദ്യം തന്നെ എന്താണ് റീസെല്ലിംഗ് എന്ന് പഠിക്കാൻ സമയം നമുക്ക് ഇത് ഓൾറെഡി നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാടൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, എന്താണ് നമ്മുടെ മീഷോ റീസെല്ലിംഗ് കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. നമ്മുടെ മീഷോ എന്താണ് ഒരു റീസെല്ലിംഗ് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അതായത് നമുക്ക് മീഷോയിൽ നിന്ന് നമുക്ക് ഓർഡറുകളൊക്കെ ചെയ്യാണ്ട്, ബട്ട് നമുക്ക് ഒരു മീഷോ റീസെല്ലിംഗ് പ്ലാറ്റ്ഫോമായിട്ട് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. നമുക്കതിൽ ഒരുപാടകം പ്രോഡക്റ്റ് കാണാൻ പറ്റും. ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് റീസെല് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് നമ്മുടെ മാർജിനൊക്കെ ചേർത്ത് റീസെല് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അത് മീഷോ യൂസ് ചെയ്തുകൊണ്ട് സിമ്പിളാണ്. അത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യം പറഞ്ഞുതരാം. റീഫണ്ട് വന്നത് എന്ത് ചെയ്യും, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറഞ്ഞുതരാം. സോ എന്താണ് മീഷോ റീസെല്ലിംഗ് പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ പ്രോഡക്റ്റ് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സപ്ലയർ പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യും, നമ്മളത് ഷെയർ ചെയ്യും, കസ്റ്റമർ ഓർഡർ ഇടും, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. സോ ഇങ്ങനെയല്ല നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഡയറക്റ്റ് കസ്റ്റമറായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ശേഷം അവർക്ക് നമ്മൾ ഓർഡർ പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ഓർഡർ കിട്ടാനുള്ള ചാൻസ് ഒരു 90% ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് റീസെൽ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മീഷോയുടെ പ്രോഡക്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. സോ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഒരു 300 രൂപയെന്ന് വിചാരിക്കാം. നമ്മളതിൻ്റെ പ്രൈസ് എത്രയാണ്, ഒരു എക്സ്ട്രാ 100 രൂപ ആഡാക്കി അത് 400 രൂപയാക്കുന്നു. ആ 400 രൂപയ്ക്ക് ഒരു കസ്റ്റമർ നമ്മൾ ഓർഡർ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്, നമ്മുടെ പ്രോഫിറ്റ് 100 രൂപയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന നമ്മുടെ ഇപ്പോൾ ഓർഡർ കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു മീഷോക്കാർ കൃത്യം 300 രൂപയിലെ വാങ്ങിക്കുള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനെയാണ് 100 രൂപ കിട്ടുന്നത്. സോ അങ്ങനെയല്ല, നമ്മുടെ മീഷോ റീസെല്ലിംഗ് അലൗഡാണ്. സോ അതുകൊണ്ട് തന്നെ മീഷോ എത്രയാണ്, 400 രൂപ തന്നെ അവരിത് വാങ്ങിക്കും. സോ 400 രൂപ 300 രൂപ മീഷോയ്ക്കും 100 രൂപ നമുക്കും കിട്ടും. സോ ദാറ്റ്സ് ഓൾ. നിങ്ങൾ പഠിച്ചല്ലോ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഷൂവിൻ്റെ വില നമുക്ക് 300 രൂപയായിട്ട് എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് മാർജിൻ ആഡ് ചെയ്യണം. സോ നമ്മൾ മാർജിൻ എക്സ്ട്രാ 100 രൂപ ആഡ് ചെയ്ത് ആ ഷൂവിൻ്റെ വില 400 രൂപയാക്കി. അങ്ങനെ നമ്മളൊരു കസ്റ്റമറിന് ഒരു ഓർഡർ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. സോ കസ്റ്റമർ 400 രൂപയായിരിക്കും പേ ചെയ്യുന്നത്. 100 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുന്നതായിരിക്കും. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് മീഷോ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നത്. സോ ഡയറക്റ്റ് നമുക്ക് പ്രാക്ടിക്കലിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾ മീഷോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. സോ മീഷോ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ മീഷോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫ്ലിപ്കാർട്ട് പോലെ തന്നെ ഒരു സംഭവം തന്നെയാണ്. പിന്നെ നമുക്ക് റീസെല്ലിംഗ് ആളെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാടധികം പ്രോഡക്റ്റ്സ് കിട്ടും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രൂഫ് എൻ്റെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ആക്കിയിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നമ്മളെ കാണിച്ചില്ല പ്രൂഫും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ നമുക്ക് പ്രൊഫൈൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ പ്രൊഫൈൽ സെക്ഷൻ. ഇവിടെ കാണാൻ പറ്റും. ടോപ്പിൽ ഒരു ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ കാണാൻ പറ്റും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻസ് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും പേയ്മെൻറ്റ് കയറുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബാങ്ക് ആൻഡ് UPI ID. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന എത്ര പ്രോഫിറ്റാണ് അതിങ്ങനെ ടൈം പീരീഡ് കാണും. ചിലപ്പോൾ നിങ്ങളിപ്പം ഒരു 10-ാം തീയതി ഓർഡർ ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി കയറുന്നതായിരിക്കും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് ആൻഡ് റീഫണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടി, അതായത് മീഷോയിൽ നിങ്ങൾക്ക് എത്രമാത്രം ഓർഡർ കിട്ടി അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നത് ഏകദേശം ഒരു 2 to 3 വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച അവർ നിങ്ങൾക്ക് ഡേറ്റ് കാണിക്കും. നിങ്ങൾ ഓരോ ഓർഡർ കംപ്ലീറ്റ് ആക്കിയാൽ നമ്മുടെ മാർജിൻ ആഡ് ആവുന്നത് ഇത്ര ഡേറ്റിനുള്ളിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മാർജിൻ ആഡ് ആവുന്നതായിരിക്കും. സോ UPI അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് കറക്റ്റ് ബാങ്ക് ഡീറ്റെയിൽസിനെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ ഒരു പ്രാക്ടിക്കലിലേക്ക് കടക്കാം. പിന്നെ നമുക്ക് എങ്ങനെയാണ് റീസെല്ലിങ് ചെയ്യാൻ പറ്റുന്നത്. സോ എക്സാമ്പിളായിട്ട് ഞാനൊരു പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഈ ഒരു ഡ്രസ്സ് ഞാൻ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നമുക്കിനി എങ്ങനെയാണ് മീഷോ നമുക്ക് റീസെല് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. സോ നമ്മുടെ ഒറിജിനൽ റേറ്റ് നോക്കുന്നത് 324 രൂപയാണ്. സോ ഞാനിപ്പം ഇത് 424 രൂപയ്ക്കാണ് വിൽക്കാനായിട്ട് പോകുന്നത്. സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഷെയർ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ കാണാം RU റീസെല്ലിംഗ് ദിസ് പ്രോഡക്റ്റ് അടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് നോ ഉണ്ട്, നിങ്ങൾ എസ് തന്നെ അമക്കണം. സോ മുമ്പൊക്കെയാണ് പ്രോഡക്റ്റ് നമുക്ക് സംഭവം റേറ്റ് അടക്കാൻ പറ്റുമായിരുന്നു. സോ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് സെക്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ടെലഗ്രാം കാണാൻ പറ്റും, ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ രീതിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡൗൺലോഡ് ഫോട്ടോസ്. ജസ്റ്റ് ആ ഫോട്ടോസും ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഓൾറെഡി ഫോട്ടോസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചേഞ്ചുകളൊക്കെ വരുത്താം. അതിൽ ചേഞ്ച് വരുത്തണ്ട, ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് സ്റ്റോറി ഇടാൻ പറ്റും. അതായത് ഇപ്പം നമ്മുടെ പ്രൈസ് 424 ആണല്ലോ, ഇവിടെ നിന്ന് കൊടുത്തേക്കുന്നത് 324 നമുക്ക് വേണ്ട 424. സോ നമുക്ക് എന്താണ് ഇതിൻ്റെ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈ ഡ്രസ്സിൻ്റെ പേരെ കൊടുത്തതിന് ശേഷം എന്താണ് 424 റേറ്റ് ഇടാം. അപ്പോൾ നമുക്ക് കസ്റ്റമർ വരുന്നതായിരിക്കും. കസ്റ്റമർ വരുന്നാൽ നമുക്ക് എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും ബൈ നൗ. നിങ്ങൾ തന്നെ ചെയ്യുക, ബൈ നൗ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കസ്റ്റമറിനൊക്കെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, ഇത് സംഭവമാണ് 424 രൂപയാണെന്നൊക്കെ പറയുക. അപ്പോൾ എന്താണ് കസ്റ്റമർ എസ് പറയുകയാണെങ്കിൽ ജസ്റ്റ് ബൈ നൗ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ അവരുടെ അളവും കാണാനൊക്കെ ചോദിച്ചു വയ്ക്കുക. പിന്നെ കാണാൻ പറ്റും എന്താണ് ഡു യു വാണ്ട് ഈസി റിട്ടേൺസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇതേ ക്ലിക്ക് ചെയ്യാവും. കാരണം കസ്റ്റമർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീഫണ്ട് ചെയ്യാനുള്ള സംഭവം കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണ് അതൊന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം എൻ്റെ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുക്കുമ്പോൾ നമ്മൾ അടുത്ത ഇൻ്റർഫേസിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നിങ്ങൾ കസ്റ്റമറിൻ്റെ നിന്ന് കറക്റ്റായിട്ട് ഡെലിവറി അഡ്രസ്സൊക്കെ വാങ്ങിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ അഡ്രസ്സുകളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അഡ്രസ്സ് കുറേ ആഡാക്കാൻ പറ്റുന്നതായിരിക്കും. സോ കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് കണ്ടിന്യൂ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെയാണ് നമുക്ക് മാർജിൻ ആഡാക്കാനുള്ള സംഭവം. ഓക്കെ, സിമ്പിളാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സംഭവം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. റീസെല്ലിംഗ് ദ ഓർഡർ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താണ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം കാണാൻ പറ്റും എന്താണ് നമുക്ക് എസ് കൊടുത്താൽ മാർജിൻ ആഡാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമുക്ക് ആഡാക്കാനുള്ളത് 100 രൂപയാണ്. ഓക്കെ, സോ ഞാൻ 100 രൂപ ആഡാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ അടിക്കേണ്ട സംഭവം ഇത്രയാണ്. ഇപ്പം നമുക്ക് ഞാൻ കസ്റ്റമർ റേറ്റ് പറയുന്നത് 424. അപ്പോൾ ഇവിടെ ഒറിജിനൽ റേറ്റ് 324. സോ എനിക്ക് 100 രൂപയാണ് മാർജിൻ വേണ്ടത്. അപ്പോൾ ഞാൻ എന്താണ് 424 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ മാർജിൻ 100 രൂപയാണ്. ജസ്റ്റ് കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു സംഭവം 424 രൂപയായിട്ടായിരിക്കും അവരിൽ നിന്ന് മീഷോ വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 100 രൂപ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് കൂട്ടാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ മീഷോ റീസെല്ലിങ് കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് റീഫണ്ട് വന്ന് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് 2 തരത്തിലായിരിക്കും ഓർഡർ വരുന്നത്. ഒന്ന് നിങ്ങൾക്ക് പ്രീപെയ്ഡ് ആയിട്ട് ഓർഡർ വരും, 2 നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും ഓർഡർ വരുന്നത്. അതായത് നിങ്ങളിപ്പോൾ പല പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് പ്രൊമോട്ടുകളെ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രീപെയ്ഡ് ആയിരിക്കും, അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് ആയിരിക്കും. ഇപ്പം ഞാനിപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് 424 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ അവരെന്താണ് എനിക്ക് 424 രൂപ ഓർഡർ എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണ് 100 രൂപ ഞാൻ എടുക്കും. ബാക്കി 324 രൂപയ്ക്ക് ഞാൻ അവരുടെ അഡ്രസ്സ് നോക്കിയിട്ട് മീഷോയിൽ സംഭവം സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് റീഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ വരെ എനിക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടില്ല, സംഭവം റീഫണ്ടിൻ്റെ ചാൻസ് കുറവാണ്. നമ്മളെന്താണ് ഡയറക്റ്റ് ഇങ്ങനെ പർച്ചേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റീഫണ്ടിൻ്റെ ചാൻസ് കുറവാണ്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്താണ് റീഫണ്ട് ചെയ്യാൻ നേരത്ത് ജസ്റ്റ് നമുക്ക് മീഷോയിൽ പോവാം, അവരുടെ അഡ്രസ്സ് സെറ്റ് എടുക്കുക, എന്നിട്ട് റീഫണ്ട് ചെയ്യാം. റീഫണ്ട് ചെയ്യുമ്പോഴത്തേക്ക് മീഷോ വാങ്ങിയത് മീഷോയുടെ കയ്യിൽ പോകുന്നത് 324 രൂപയാണ്. സോ കറക്റ്റ് 324 രൂപ മീഷോ സാധാ പോലെ എന്താണ് പേയ്മെൻറ്റുകളൊക്കെ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ 100 രൂപ നമ്മുടെ കയ്യിൽ 100 രൂപ നമ്മൾ അവർക്ക് അല്ലാതെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം. ഓക്കെ, മനസ്സിലായല്ലോ. സോ അല്ലാതെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യണമെങ്കിൽ സിമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെയുള്ള സംഭവം അങ്ങ് സെൻഡ് കൊടുക്കാം. നമ്മൾ സാധാ പോലെ അങ്ങനെ റിട്ടേൺ ചെയ്യും, അത്രയും ശ്രദ്ധിച്ചാൽ മതി. കാരണം റിട്ടേണുള്ള ചാൻസ് കുറവും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഏകദേശം ഒരു
ഒരു 80% 70% റിട്ടേൺ ഉള്ള ചാൻസ് കുറവാണ്. ഓക്കെ, നിങ്ങൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിനോട് നിങ്ങൾ പറഞ്ഞ് കളക്കാൻ സെറ്റാക്കി കൊടുക്കുന്നതുകൊണ്ട് വേറെ സീനൊന്നുമില്ല. സോ ഇത്ര മാത്രമുള്ള മീഷോ ഡ്രോപ്പ് ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ. മീഷോ ഡ്രോപ്പ് ഷിപ്പിംഗ് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് നിങ്ങളുടെ ഓർഡർ ഡെലിവറി ആയി കഴിഞ്ഞിട്ട് കൃത്യം ഒരു മാസത്ത് ഒരു ഡേറ്റ് കാണിക്കും. ഒരു കൺഫേം ഡേറ്റ് കാണിക്കും. അപ്പോൾ ആ ഡേറ്റിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതായിരിക്കും. ടൈമും കാണിക്കും. മോർണിംഗിലാണ് കൂടുതൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറുന്നത്. ഓക്കെ, അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങളുടെ ഒരു പേയ്മെൻറ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് കൂടെ കാർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ, അതായത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ ഫ്രീ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാണ്ട് മറക്കണ്ട. നമുക്ക് ഫ്രീ ആയിട്ട് മെൻറ്റർഷിപ്പ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് സപ്പോർട്ടുകൾ കിട്ടുന്നതായിരിക്കും. അതുപോലെ വൺ ഓൺ മെൻറ്റർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ മികച്ച അടുത്തൊരു വീഡിയോ കാണാം. സീ യു ഗൈസ്. ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് മീഷോ റീസെല്ലിംഗ് അതൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നല്ലൊരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, നല്ലൊരു മാർജിൻ ആഡ് ആക്കുക, അതിനുശേഷം എന്താണ് കസ്റ്റമറിന് ഓർഡർ പിടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മാസം നല്ലൊരു എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അഡ്വർടൈസ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ ഫേസ്ബുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നല്ലൊരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, സെല്ലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ചോദിക്കേണ്ട മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിലും മികച്ച അടുത്തൊരു വീഡിയോ കാണാം. സീ യു ഗൈസ്.